ഹായ് ഓൾ പൈത്തൺ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ പൈത്തൺ ക്ലാസ്സുകളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പൈത്തൺ ഇൻസ്റ്റാളേഷനാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പൈത്തന് വേണ്ടിയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ IDE ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് കോഡിങ്ങിന് വേണ്ടിയിട്ട് പൈത്തൺ ചൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വേറൊന്നുമല്ല, പൈത്തൺ ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ട് ആർക്കും പഠിക്കാൻ പറ്റുന്നൊരു ലാംഗ്വേജാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് പൈത്തൺ ജനറേറ്റ് ചെയ്യുന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ പൈത്തൺ ചൂസ് ചെയ്യാൻ റീസൺ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ പൈത്തൺ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാവുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ വെബ് ഡെവലപ്മെൻറ്റിൽ എപ്പോഴും പൈത്തൺ ഒരു പവർഫുൾ ടൂൾ തന്നെയാണ്. അതുപോലെ ഡാറ്റാ സയൻസിൽ, മെഷീൻ ലേണിങ്ങിൽ, ഗെയിം ഡെവലപ്മെൻറ്റിൽ, സൈബർ സെക്യൂരിറ്റി, ഓട്ടോമേഷൻ, എംബഡഡ് സിസ്റ്റം, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇങ്ങനെ ഏകദേശം എല്ലാ ഏരിയയിലും പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യേണ്ടത് മാത്രമല്ല, അത് അത്രയും ഓപ്പർച്യൂണിറ്റി ഫ്രഷേഴ്സിനും അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് പറയുന്നത്, പൈത്തൺ ഞാൻ കോഡിങ്ങിന് വേണ്ടി ചൂസ് ചെയ്യാനുള്ള റീസൺ. നമുക്ക് പൈത്തൺ കോഡിങ് ചെയ്യാൻ ഒരു IDE ആവശ്യമാണ്. IDE മീൻസ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ടഫായിട്ടുള്ള സംഭവം എന്നല്ല. നമുക്ക് പൈത്തൺ കോഡ് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്. ഇനിയും ചുരുക്കി പറഞ്ഞാൽ, നമ്മളുടെ ഒരു പൈത്തണിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്ത് വരാൻ അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റ് ആവശ്യമാണ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള IDE. അപ്പോൾ ഒന്നും കൂടി ഇനിയും മനസ്സിലാവാത്തവർക്ക്, നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു പോയം റൈറ്റ് ചെയ്യണം. നമ്മളത് നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു ബോർഡിലോ ഇനി അതിൽ വേറെ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ ഡിവൈസിലൊക്കെ റൈറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു സ്പേസാണ്. എന്ന് പറഞ്ഞ പോലെ പൈത്തൺ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. കുറച്ച് ഡിഫറൻസ് ഉണ്ട് അതൊരു കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ എന്ന് വെച്ചാലും ആ പ്രോഗ്രാമിംഗ് കോഡ് റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്പേസ് അല്ലെങ്കിൽ എൻവയോൺമെൻ്റ് ആണ് ഈ IDE. അപ്പം ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് IDEs എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൈച്ചാം, ജൂപിറ്റർ നോട്ട്ബുക്ക്, സ്പൈഡർ, ഇതുപോലത്തെ IDEs ആണ്. ഇനി അതല്ലാതെ കമാൻഡ് പ്രോംപ്റ്റ് പോലുള്ള അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് ഉപയോഗിച്ച് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള കോഡിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് ജൂപിറ്റർ നോട്ട്ബുക്കാണ്. കാരണം കുറച്ചുകൂടി എനിക്കത് ആ ഒരു ഇൻ്റർഫേസ് കുറച്ചും കൂടി ഇഷ്ടമുള്ള അതാണ്, ചെയ്ത് കാണിക്കാനൊക്കെ കുറച്ചും കൂടി ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു IDE ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷന് ആണ് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളത് നോട്ട് ചെയ്യുക. ഞാൻ ഈ ചെയ്യുന്നത്, അതായത് ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് ജൂപ്പിറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ആദ്യം നമുക്ക് അനാക്കോണ്ട നാവിഗേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഓപ്പൺ സോഴ്സ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇത് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. അതുപോലെ നമുക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ഏതാണോ സിസ്റ്റം, അപ്പോൾ ഞാൻ വിൻഡോസിനാണ്, വിൻഡോസിന് ജസ്റ്റ് സെലക്ട് ചെയ്തു. ദെൻ എന്താണ്, ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഇതിന് ശേഷം തന്നെ നമുക്ക് ഇൻസ്റ്റാളേഷനിലേക്ക് പോവാം. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ലൈസൻസ് എഗ്രിമെൻറ്റ് നിങ്ങൾ കംപ്ലീറ്റ്ലി റീഡ് ചെയ്ത് നോക്കുക. ഐ എഗ്രി, ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ജസ്റ്റ് മീ, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ ഫോൾഡർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഇത് തന്നെ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഞാനിപ്പോൾ ദിസ് PC എടുത്തു. ഇപ്പോൾ ഡിയിലേക്ക് ആണ് ചെയ്യേണ്ടതെങ്കിൽ അപ്പോൾ അവിടെ ഒരു പുതിയ ഫോൾഡർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അനാക്കോണ്ട. ഓക്കെ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക.
ഇതുപോലെ ഇത് ശ്രദ്ധിക്കാം. രജിസ്റ്റർ അനാക്കോണ്ട 3 as ബൈ ഡിഫോൾട്ട് പൈത്തൺ 3.12 ഇൻസ്റ്റാൾ ചെയ്തു. ഒരു 10 മിനിറ്റ് എടുക്കും മാക്സിമം. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൊടുക്കുക, അഗെയിൻ നെക്സ്റ്റ്, ലാസ്റ്റ് ഫിനിഷ് കൊടുക്കുക. നമ്മുടെ അനാക്കോണ്ട നാവിഗേറ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് തരും. ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ അനാക്കോണ്ട നാവിഗേറ്ററിൻ്റെ ഈ ഒരു ഇൻ്റർഫേസ്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിൽ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ഉണ്ട്. പൈച്ചാം ഉണ്ട്, അനാക്കോണ്ട AI നാവിഗേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് താഴോട്ട് പോയി കഴിഞ്ഞാൽ 1 സെക്കൻഡ്, ജൂപ്പിറ്റർ ലാബ് ഉണ്ട്, ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഉണ്ട്, ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണം യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ജൂപ്പിറ്റർ നോട്ട്ബുക്കാണ്. സ്പൈഡറോ ഇത് ഏത് ഈ പറഞ്ഞിട്ടുള്ള ഐഡിയസ് ഉപയോഗിക്കാം. അപ്പോൾ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ പുതിയൊരു പേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ന്യൂ കാണാം. ജസ്റ്റ് ന്യൂ നോട്ട്ബുക്ക് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒരു പൈത്തൺ കേർണൽ സെലക്ട് ചെയ്തു. ദെൻ അപ്പോൾ ഇതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ID അല്ലെങ്കിൽ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് ഒരു കോഡ്, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. A=45 കൊടുത്തു. അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഇവിടെ ഒരു പ്ലേ ബട്ടൺ കാണാം അല്ലേ. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ആവും. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതുപോലെ ഇൻ്റർപ്രറ്റർ, കമ്പൈലർ, ഇതൊക്കെ എന്താ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് വരും ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു പോവാണ്. ദെൻ B=24 കൊടുത്തു. അത് ഞാൻ ഈ പറഞ്ഞ പോലെ എക്സിക്യൂട്ട് ചെയ്തു. ദെൻ എനിക്കിത് രണ്ടും കൂടി ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഞാൻ റൺ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ A+B ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇത് പ്രിൻ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ ജസ്റ്റ് നമുക്കൊരു പ്രിൻ്റ് C എന്ന് ഞാൻ കൊടുക്കേണ്ടത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ളതാണ്. ഇപ്പോൾ ജസ്റ്റ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ മാത്രം ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ ഔട്ട്പുട്ട് കൺസോളിൽ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതാണ് നമ്മളുടെ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ID എന്നുള്ള മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓരോ കോഡും ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യാതെ ആരും കോഡിങ് അല്ലെങ്കിൽ ജസ്റ്റ് കണ്ട് പോരുത്. കോഡിങ് ക്ലാസ് കാണുന്നതിനൊപ്പം തന്നെ മാക്സിമം അത് നോക്കിയിട്ട് നിങ്ങളും വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് സ്കില്ല് അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡാവുക. അപ്പോൾ ഞാനൊരു കോഡ് കണ്ടതുകൊണ്ട് എനിക്ക് ആ ലോജിക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ നോക്കി പഠിച്ചാൽ അങ്ങനെ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം സ്കില്ല് ആർജിക്കാനായിട്ട് നിങ്ങൾ നമ്പർ ഓഫ് ടൈംസ് ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കോഡിങ് സ്ക്രാച്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.